ചേട്ടാ നമസ്തേ. നമസ്തേ. വളരെ നിർണായകമായൊരു ദിവസമാണിന്ന്. കാരണം ശബരിമല കേസ് കേരളത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളെയും അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും മുറിപ്പെടുത്തിയൊരു സംഭവമാണ് ആ കേസിലെ വിധി. ഇതിപ്പോൾ വീണ്ടും കോടതി പുനഃപരിശോധിക്കാൻ പോകുന്നു. സാധാരണഗതിയിൽ ഈ പുനഃപരിശോധനാ ഹർജി കൊടുത്താൽ കോടതികൾ അനുകൂലമായൊരു വിധി പുറപ്പെടുവിക്കുന്ന അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അപ്പോൾ കോടതി അത് റീഓപ്പൺ ചെയ്തു, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി. 22-ാം തീയതി മാർച്ച് 22 ഒരുപക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആ സമയത്തായിരിക്കാം. ഏപ്രിൽ 22 അല്ലേ? ഓക്കെ. കേസ് ആരംഭിക്കുന്ന 7-ാം തീയതി, ഹിയറിംഗ് കൊടുക്കുന്നത് 7-ാം തീയതി, ഡെഡ് ലൈൻ 22-ാം തീയതി വരെ വെച്ചിട്ടുണ്ട്. 14-ാം തീയതിയാണ് നമുക്ക് ഈ എല്ലാ കക്ഷികൾക്കും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, പരാതികൾ അല്ലെ എന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടെങ്കിൽ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 14-ആണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല തെരഞ്ഞെടുപ്പ് സമയം ഇത് വളരെ ലൈവായിട്ട് നിൽക്കും. 7-ാം തീയതി മുതൽ 9-അംഗ ബെഞ്ചിനിടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴി ചീഫ് ജസ്റ്റിസ് 9-അംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവർ ഫസ്റ്റ് സിറ്റിംഗ് ഏപ്രിൽ 7-ാം തീയതി ആയിരിക്കും. അവിടെ നിന്ന് ആദ്യമേ ഈ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നവർക്ക് അവർ അനുകൂലമായിട്ട്, അതായത് റിവ്യൂ കേട്ട് പഴയ കേസിൻ്റെ പരിഹാരം ഉണ്ടാക്കണം, ആ വിധി തിരുത്തണമെന്ന് പറയുന്നവരുടെ ആദ്യം ഹിയർ ചെയ്യും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അതായത് ഈ തിരുത്താൻ പാടില്ല എന്നുള്ള നിലപാട്, അത് ഒറിജിനൽ പെറ്റീഷൻ കൊടുത്തവരുണ്ടല്ലോ, അവർക്ക് അനുകൂലമായിട്ടുള്ളവരുടെ കേൾക്കും. അങ്ങനെ 2 ഘട്ടമായിട്ട് കേൾക്കുന്നത്. ഇതെല്ലാം ആ പീരീഡ് കേരളത്തിലെ ഇലക്ഷൻ പീരീഡ് ആയിരിക്കും. അതെ, അതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കൂടെ ഇന്നുള്ളത് ശബരിമല കർമ്മസമിതിയുടെ നായകനായി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു ക്രിമിനലാണ് നമ്മുടെ മുന്നിരിക്കുന്നത്. പിണറായി വിജയൻ 3-4 ക്രിമിനൽസിനെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറ്, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട SJR കുമാർ ജി, പിന്നെ ഉള്ളത് നമ്മുടെ കെ സുരേന്ദ്രനുണ്ട്, ശശികല ടീച്ചറുണ്ടെന്നു അല്ലേ? ഇവരൊക്കെ ഉൾപ്പെടെ എല്ലാവർക്കും കൂടെ 10-20,000 കേസുണ്ട്. അപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ നായകനായിട്ട് നിന്ന് ഈ സമരത്തെ നയിച്ച ചേട്ടൻ എങ്ങനെയാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ കാണുന്നത്? ഇന്നത്തെ 1-ാം നമ്പർ കോടതിയിലെ ആ സിറ്റിങ് ഇന്ന് ലൈവായിട്ട് കണ്ടല്ലോ അല്ലേ? പൂർണ്ണമായിട്ട് കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ആദ്യമായിട്ടാണ് ഈ കേസ് എടുക്കുമ്പോൾ കോടതിയിൽ ഇല്ലാതിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുവരെ എല്ലാ ദിവസവും സുപ്രീം കോടതിയിലുണ്ടാവും. അതിന് ഒരാഴ്ച മുമ്പേ പോകും. കാരണം അവിടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ കക്ഷിയാണല്ലോ, അപ്പോൾ നമുക്ക് വക്കീലിനെ അറേഞ്ച് ചെയ്യാം, കുറേ കാര്യങ്ങളുണ്ട്. അല്ല, അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചു. ഇന്നലെ നമ്മുടെ NSS ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. NSS മാത്രമാണ് ഇതിൽ കേസ് കൊടുത്തിരിക്കുന്നത്, വേറെ ആരും ഇല്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്നിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം അതൊന്നും അറിയുന്നില്ല ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2018 സെപ്റ്റംബർ 28-ാം തീയതി ഒരു വിധി വന്നല്ലോ നമുക്കെതിരായിട്ട്. ആ വിധിയുടെ മുന്നിൽ അതിൻ്റെ പിന്നിൽ എന്താണോ ആ ഒരു ഡേറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അവിടെ കൊണ്ട് നിന്ന് പോയോ സംശയം എനിക്കുണ്ട്. പറയുന്നതൊന്നും തോന്നരുത്. കാരണം സത്യം പറഞ്ഞാൽ ഈ കേസിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. കർമ്മസമിതി മാത്രമല്ല, നമുക്കറിയാം ധാരാളം ലിറ്റിഗൻസ് ഉണ്ട്. NSSൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഇത് 2 ഫേസാണ് ഈ കേസിൻ്റെ. അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. ഫസ്റ്റ് ഫേസ് ഒരു തോറ്റ കേസാണ്. സെക്കൻഡ് ഫേസിലാണ് വിന്നിങ് ഫേസ്. അതാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് 2 ഫേസാണ്. ഇത് രണ്ടിലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തവരും ഒക്കെ വ്യത്യസ്തമാണ്, നിലപാട് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ കേസിൽ പ്രസൻറ്റ് ചെയ്ത പല വിഷയങ്ങളും തെറ്റായിരുന്നു. ഒരിക്കലും ശബരിമലയുടെ ആചാരലംഘനം ഈ യുവതികളുടെ ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റിൽ പാടില്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളുണ്ട്. അത് വളരെ പല വിഷയങ്ങളുണ്ട്, 1-2 കാര്യമല്ല. ഇതിനകത്ത് മിക്കവാറും നമ്മുടെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട കാര്യം തുടങ്ങി ആധ്യാത്മിക കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ, ശബരിമല അയ്യപ്പൻ്റെ യോഗനിദ്രയിലിരിക്കുന്ന ഒരു രൂപം, ഇത് ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന ഒരു കാര്യമാണ്. അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് പറയാൻ പറ്റുന്നതല്ല. പക്ഷേ ആദ്യത്തെ സമയത്ത് പലരും കിട്ടിയ സാധനമെല്ലാം കൊടുത്തിട്ട് ഈ ജഡ്ജിമാരുടെ മുന്നിൽ അപഹാസ്യരായെന്നാണ് ഞാൻ പറയുക. ആ കാര്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപഹാസ്യരായോ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ജഡ്ജി ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ചില വേർഡിങ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് അന്നത്തെ കോടതി വിധിയിൽ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ പല സ്ഥലത്തും, ഞാനൊരു കാര്യം മാത്രം പറയാം, ഒരു ജഡ്ജി പേര് പറയുന്നില്ല ഞാൻ, കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിധിയിൽ 102-ാമത്തെ പേജിൽ ഇടത്തുവശം മേളില്ല, സ്ഥലം കൂടെ ഞാൻ പറയുകയാണ്, അവിടെ ഇൻവെർട്ടഡ് കോമയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദർ ഇസ് എ ഫിക്ഷ്യസ് ബിലീഫ് ദാറ്റ് തന്ത്രി ഈസ് ദി ഫാദർ ഓഫ് ദി ഡയറ്റി. മനസ്സിലായല്ലോ? ഇത് സാധാരണഗതിയിലെ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഒരാൾ തന്ത്രിയുടെ ഏത് സ്ഥാനത്താണ് കാണുന്നത്, ക്ഷേത്രം നിലനിൽക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രതിഷ്ഠ എങ്ങനെ നടക്കുന്നത്, പ്രാണപ്രതിഷ്ഠ എന്താണെന്നൊക്കെ അറിയാവുന്നവരെ സംബന്ധിച്ചോളം അതൊരു അവഹേളനമല്ലേ? ഇതെങ്ങനെയാണ് ഒരു കോടതിയിൽ ഇത് പറയാൻ സാധിക്കുക? അപ്പോൾ അതിനെ കണ്ടസ്റ്റ് ചെയ്യേണ്ടതല്ലേ? വീണ്ടും നമ്മൾ റിവ്യൂ പെറ്റീഷൻ, റിട്ട് പെറ്റീഷനൊക്കെ കണ്ടസ്റ്റ് ചെയ്തു, വേറെ കാര്യം. ഞാൻ പറഞ്ഞത് തുടർന്ന് അത്തരം വിഷയങ്ങളുണ്ട് കോടതിയിൽ. അപ്പോൾ അത് കേസ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ ഞാൻ പറയാം. ഈ കേസ് ആദ്യത്തെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിധി വരുന്നതിന് മുമ്പ് ഒരു സെപ്റ്റംബറിലാണല്ലോ, അതിൻ്റെ ഒരു 2 മാസം മുമ്പാണ് വിധി കൂടുതൽ ഇത്
നമ്മുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്ത് കേസ് 2006 ആരംഭിച്ചെങ്കിലും അത് കോടതി അത് പരിഗണിച്ചില്ല. കാരണം ഇത് കുറച്ച് വിവാദ വിഷയമായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ചാൾ മാറ്റിവെച്ചു. പിന്നീടാണ് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ഒരു അസഹിഷ്ണുതാവാദം വന്നല്ലോ. ആ സമയത്താണ് ഇത്തരം പല കാര്യങ്ങൾ പൊങ്ങി വന്ന കൂട്ടത്തിൽ വന്നൊരു സാധനമാണിത്. അങ്ങനെ 2014 ശേഷം ഇത് പൊങ്ങി വരുന്നതും 2016 ചില വിഷയങ്ങൾ വരികയും ഇതിൻ്റെ ഈ ഇന്ത്യൻ ലാംഗ്വേജ് അസോസിയേഷനുള്ള കേസ് കൊടുത്തത് അതിൻ്റെ പ്രസിഡൻ്റ് ഒരു നൗഷാദാണ്. അദ്ദേഹം പുകമറയിൽ പുറത്ത് ബാക്ക് നിൽക്കുകയാണ്. ആരും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. 5 ഹിന്ദു വനിതാ അഡ്വക്കേറ്റുമാരാണ്. അതുകൊണ്ടാണ് ഇവർ ഒരു ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അദ്ദേഹത്തിനിടെ ത്രട്ട് വരുന്നു എന്നൊക്കെ 2016 കേസ് വരെ സുപ്രീം കോടതി വരും. അതിനുശേഷമാണ് ഇത് കുറച്ച് ലൈം ലൈറ്റിലേക്ക് വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസത്തെ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നതെന്ന് വെച്ചാൽ ഈ വളരെ നിശ്ചിതമായിട്ട് അയ്യപ്പനെ വിമർശിക്കുന്ന രീതി വന്നു. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ആചാരങ്ങളുടെ ഒരു ശാസ്ത്രീയത ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ ആചാരങ്ങളെന്ന് വെച്ചാൽ വെറും ഒരു ആചാരം മാത്രമല്ല, അതിൻ്റെ എല്ലാം പിന്നിലൊരു ശാസ്ത്രീയ വശം കൂടെ കാരണം ഹിന്ദു ആചാരങ്ങളൊക്കെ അങ്ങനെയാണ്, ബേസ്ഡ് ഓൺ സർട്ടൻ ഫണ്ടമെൻ്റൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസാണ്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ ആണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അതുകൊണ്ടാണല്ലോ വിരുദ്ധമായി വരികയും പിന്നെ ശരിയായിട്ടുള്ള വിധി പറഞ്ഞ ഒരൊറ്റ വിമൻ ജഡ്ജാണ്. അതെ അതെ, അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് 2 ഘട്ടമായിട്ട് വേണം ഈ മൊത്തം നമ്മൾ കാര്യങ്ങൾ കാണാൻ. അപ്പോൾ 2ാമത്തെ ഘട്ടത്തിലാണ് ഇത് തിരുത്തപ്പെടുന്നത്. ആ സമയത്താണ് ഈ ആചാരപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഫസ്റ്റ് വിധിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, സ്ക്രിപ്ചറൽ എവിഡൻസ് ഇല്ല, അതുപോലെ രേഖാപരമായ തെളിവുകളില്ല, അത് വേണ്ട തരത്തിൽ പ്രൊവൈഡ് ചെയ്തില്ല. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അറിയാമല്ലോ. ഇപ്പോൾ 5 അംഗ ബെഞ്ചിനകത്ത് അതിനകത്തൊരു പരാമർശം അത്തരത്തിലില്ല. അതുകൊണ്ടാണല്ലോ ഇത് കേൾക്കേണ്ട വിഷയമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ കൂടാതെ വേറൊരു കാര്യം നമ്മളെല്ലാം അറിയേണ്ട ഒരു വിഷയമുണ്ട്. പലപ്പോഴും ആദ്യത്തെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ലിറ്റിഗൻസ് പോലും കക്ഷി ചേർന്നവർ പോലും പറഞ്ഞൊരു വിഷയം മെൻസസ് ആണ്, മാസമുറ. അതല്ല, അതാണ് അവിടെയാണ് ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക്. ഒരു കാരണവശാലും അതല്ല. പക്ഷേ ഈ കോടതി വിധിയിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ കോൺട്രാക്ഷനകത്ത് പറയുന്ന കാര്യത്തിൽ ഇതൊരു എന്താ പറഞ്ഞ ഒരു നാച്ചുറൽ ഫിനോമിനല്ലേ. അപ്പോൾ അതൊരു അത് ഗോഡ് ഗിഫ്റ്റഡ് ആണല്ലോ, അത് നമുക്ക് പറയേണ്ടി വരും. ഇറ്റ്സ് എ ഗോഡ് ഗിഫ്റ്റഡ് തിങ്. അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ അതുകൊണ്ട് മാത്രം ഒഴിവാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് ചെറിയ പ്രശ്നമുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ചില ആചാരപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈവൻ ഭവനങ്ങളിൽ പോലും അവർക്ക് പ്രത്യേക സ്ഥാനം കാണുന്നത്? അവരെ ആദരിക്കുന്നതുകൊണ്ടാണ്. അതാണ് എൻ്റെ സത്യം. മാറ്റി നിർത്തലല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദൈവികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് മെൻസ്ട്രേഷൻ. ഒരു ജന്മം നൽകാനുള്ള ആലോചിച്ച് നോക്കൂ, അത്രയും വലിയ ദൈവികമായ ഒരു ആണ്. അതിനുശേഷമാണല്ലോ അറിയാമല്ലോ ഈ പിന്നെ കുട്ടികൾ ജനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടി ഒരുക്കത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് കോടതിന് മുന്നിൽ പറയണം. എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ആ ശബരിമലയിൽ ഇതല്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 2ാമത്തെ നമ്മൾ കൊടുത്ത ഒരിടത്തും ആ വേർഡ് കാണില്ല. പരിശോധിക്കാം നമ്മൾ കൊടുത്ത പെറ്റീഷൻസിലൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് 2 ഫേസ് ആയിരുന്നു ഇതിൻ്റേത്. ഫസ്റ്റ് ഫേസിൽ അവർ വളരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇടവന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്ത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ വളരെ അവകാശരായി അങ്ങ് പറഞ്ഞു വരുന്നത്. ആദ്യഘട്ടത്തിലെ കേസ് കൊടുത്തപ്പോൾ നമുക്ക് വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാതെ പോയോ, അതുകൊണ്ടാണ് ജാഗ്രത ഇല്ലാതെ പോയോ? 2 കാര്യമുണ്ട്. ഒന്നാമത് 2006 നമ്മളല്ല കേസ് കൊടുത്തിരിക്കുന്ന യങ് ലോയേഴ്സ് അസോസിയേഷനാണ്. അല്ല, നമ്മൾ കണ്ടസ്റ്റ് ചെയ്ത് അതെ, അത് കക്ഷി ചേരുമായിരുന്നു, കണ്ടസ്റ്റ് ചെയ്ത്. അതിനകത്തുള്ള വിഷയം 2 പ്രധാനപ്പെട്ട. ഒന്ന്, ഈ കേസിൻ്റെ ഇന്ത്യൻ യങ് ലോയേഴ്സ് കൊടുത്ത കേസിൽ അതിന് കക്ഷി ചേർന്നിട്ട് 2 പേര് അവരോടൊപ്പം. ഒന്ന് ഭൂമാതാ മൂവ്മെൻറ്റ് തൃപ്തി ദേശായി, 2ാമത് ഈ ഹാപ്പി ടു ബ്ലീഡിനുള്ള സംഘടന. അത് വളരെ ഇൻ്റർനാഷണലി തന്നെ ചില ബന്ധമുള്ള ചില സംഘടന. ഇവർ 2 കൊടുത്ത കേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലേക്ക് കേരളത്തിൽ നിന്നാണല്ലോ ഇതിൻ്റെ കണ്ടസ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത്, കക്ഷി ചേർന്നത്. പലപ്പോഴും ഇതിൻ്റെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഇങ്ങനെ അനുഭവം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ ചരിത്രത്തിൽ ഈ ശബരിമല വിഷയം പോലെ ശബരിമലയ്ക്ക് ഒരു വെല്ലുവിളി വന്നിട്ടില്ല ഒരു ക്ഷേത്രത്തിലും. ക്ഷേത്രാചാരങ്ങളെ ആചാരപരമായിട്ട് വെല്ലുവിളിക്കുന്നതായിട്ട് ഒരു കാര്യം ഇന്ന് വരെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ചെറിയൊരു കേസ് അവിടെ ഇവിടെയൊക്കെ ക്ഷേത്രപ്രവേശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളിവിടെ പരിഹരിച്ചു പോകണം. പക്ഷേ ഇത്ര വലിയ വിഷയമാണെന്നുള്ളത് കണ്ടില്ല. ഒന്ന്. 2ാമത് ഇതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് എൻ ഇൻ്റർനാഷണൽ കോൺസ്പിറസി. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് പുറമേ നോക്കുമ്പം നിസ്സാരമായൊരു കാര്യം, ഇത് വെറുതെ എങ്ങനെ അങ്ങ് പൊക്കോളും ധരിച്ച് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഗൂഢാലോചന ഇറ്റ്സ് എ ലാർജർ ഫിഗർ. അപ്പോൾ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ പലയിടത്തും നടന്നു. പലയിടത്തും ഞാൻ പറയുമ്പം എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, കാരണം കോടതി ലക്ഷ്യമാവും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇതുവരെ ചരിത്രത്തിലുണ്ടാവാത്ത തരത്തിലുള്ള കേസാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറയുന്ന ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു കേസ് നമ്മൾ തോൽക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ട വാദങ്ങൾ അവിടെ വരാത്തതുകൊണ്ടാണെന്നും സംശയമില്ലല്ലോ.
രണ്ടാമത് അത് കറക്റ്റ് ചെയ്യപ്പെടുന്നത് വേണ്ട വാദങ്ങൾ അവിടെ ചെന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ കൂടുതൽ അതിനകത്തേക്ക് പോകുമ്പം അത് ശരിയായിട്ടുള്ള നടപടിയല്ല. കാരണം വെച്ചാൽ അവരാരും ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യം കണ്ടസ്റ്റ് ചെയ്ത ആരും തന്നെ തോക്കാനല്ലല്ലോ ചെയ്തത്, അതെ, ജയിക്കാൻ തന്നെ. ജയിക്കാൻ വേണ്ടി. പക്ഷേ അപ്പുറത്തുള്ള ഉദ്ദേശം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അതല്ലെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഈ സിസ്റ്റത്തിനകത്ത് ഇവർ പെടുത്തിയിട്ടുണ്ടെന്നൊന്നും ആ കാര്യത്തിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പറ്റിയ പരാജയം. ഇപ്പോൾ നമ്മൾ ഈ കേസ് പരിഗണിക്കുന്ന സമയം കേരളത്തിലെ ഇലക്ഷൻ കാലമാണ്. ഞാൻ വീണ്ടും നമ്മുടെ NSS ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ശബരിമല ഇത്രയും കാലമായിട്ട് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടായിരുന്നിട്ട് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഉന്നയിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ കേൾക്കുന്നത് ഡൽഹിയിൽ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് റിവ്യൂ ചെയ്യേണ്ടതാണ് എന്ന് കേന്ദ്രം പറഞ്ഞു എന്ന് പറയുന്നു. കേന്ദ്രം ഇപ്പോൾ കക്ഷിയാണ്. അതെ. അപ്പോൾ അത് എങ്ങനെ അത് ഗുണം ചെയ്യും? തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിലെ കക്ഷിയത് ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷനാണ്. അത് വേറെ ഒരു പെറ്റീഷൻ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിട്ട് കൂടെ ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും അല്ല, എൻ്റെ റിട്ടാണ് ഇതിൻ്റെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. കർമ്മസമിതിയുടെ പേരിൽ അന്ന് ഞാൻ VHPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അന്ന്. അതിനുശേഷമാണ് കർമ്മസമിതി രൂപീകരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണല്ലോ, അറിയാമല്ലോ കർമ്മസമിതി. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ ആദ്യത്തെ കേസിലെ പോരായ്മകൾ പഠിച്ചപ്പോൾ അതിനകത്ത് പ്രധാന ഒരു പോരായ്മയായിട്ട് കണ്ടത്, നമ്മുടെ ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ട വിഷയമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഒരു ആഗോള അയ്യപ്പ ക്ഷേത്രമാണ്. മാത്രമല്ല അവിടെ വരുന്ന ഭക്തന്മാർ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ എത്രയോ 10 മടങ്ങാണ്. അതെ അതെ. ഏറ്റവും ചുരുങ്ങിയ വർഷം നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ തന്നെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഈ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതിനകത്തൊരു സേ ഉണ്ട്. കൺകറൻറ്റ് ലിസ്റ്റ് വരുന്ന വിഷയമാണ്, അറിയായിരിക്കും, ദേവസ്വം വിഷയം കൺകറൻറ്റ് ലിസ്റ്റാണ്. പക്ഷേ അതുവരെ ഈ പറഞ്ഞ കേസിൽ കക്ഷി ചേരാത്തതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഔട്ട്സൈഡ് പാർട്ടിയായിട്ട് നിന്നു. രണ്ടാമത് ഫെഡറൽ സിസ്റ്റമാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അതിനകത്ത് കൈകടത്തുന്നത് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. അപ്പോൾ അവരെ അതിനകത്ത് കൊണ്ടുവരാതെ ഒരു കാര്യം അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആ കേസിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്. മാത്രമല്ല സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തുഷാർ മേത്ത എന്ന് പറയുകയും ചെയ്തു. അതെ, ഞാൻ പറഞ്ഞത് കക്ഷിയാണ്. ഇന്നത്തെ ലിസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഇന്നത്തെ ലിസ്റ്റിൽ എൻ്റെ പേരിൻ്റെ താഴെയാണ് അത് വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആര് ഈ ഏത് സംഘടന അവകാശപ്പെട്ടാലും കർമ്മസമിതിയുടെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കാരണം അന്ന് തെളിവാണ്. അത് ഇന്നിപ്പോൾ 1-2 പേര് എന്നെ വിഷയം അറിയിച്ചപ്പോൾ ഞാനിത് അയച്ചു കൊടുത്തു. കോസ് ലിസ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട്, പബ്ലിഷ് ചെയ്ത്, മനസ്സിലായില്ലേ? അതിനകത്ത് നമ്മുടെ റിട്ടൺ പെറ്റീഷൻ്റെ നമ്പറും എൻ്റെ പേരും എസ് ജയരാജ് കുമാർ, എൻ്റെ ഫുൾ നെയിം ബ്രാക്കറ്റിൽ SJR കുമാർ, താഴെ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഓഫ് ഇന്ത്യ വക്കീലിൻ്റെ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്തും തർക്കിക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല നമ്മൾ ഇങ്ങനെ തർക്കത്തിനൊന്നും പോകുന്നില്ല. കോസാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് എ കോമൺ കോസ്. നമ്മളവിടെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ല. ഈ കേസിന് വേണ്ടി നമ്മൾ ഭാരതം മൊത്തം സഞ്ചരിച്ചു, പല സെമിനാറുകൾ നടത്തി. എറണാകുളത്ത് തന്നെ സരാവനം ഹോട്ടലിൽ 3 ദിവസം ബുക്ക് ചെയ്ത് സെമിനാർ നടത്തി. ബാംഗ്ലൂർ, ഡൽഹി, വി ഹാവ് ഡൺ സോ മച്ച് ഓഫ് മെനി തിങ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് കോമൺ ഇഷ്യൂ ആണ്. ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ വിഷയമല്ല. കർമ്മസമിതി ഒരിക്കലും കർമ്മസമിതിക്ക് വേണ്ടിയിട്ടോ അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ കോമൺ കോസാണ്. ഇതുവരെ നമ്മൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പ്രത്യക്ഷത്തിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതെ അതെ. സമരങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആക്ച്വലി കാര്യം നടത്താന്നുള്ളതാണ്. അങ്ങയുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതെ അതെ. നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊന്നും പോയിരുന്നത് അങ്ങനെ നമ്മുടെ ഉദ്ദേശം അത് വേറെയാണ്. അതെ, നമ്മുടെ കോമൺ കോസാണ്. അത് നടത്തിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടൊരു അല്പം രാഷ്ട്രീയം കൂടെ ഇതിനകത്ത് പറയാതെ പറ്റില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോവുകയാണ്, കേരളം തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇത് ഈ നിലപാടുമായി വരുമ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ CPM ഇപ്പോഴും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആലോചിക്കാം, വരട്ടെ, നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. CPM ഇപ്പം വല്ലാതെ പ്രതിസന്ധിയിലാണ്. അയ്യപ്പൻ്റെ പേരിൽ ഓരോ നിമിഷവും കുരുക്കിൽ നിന്ന് വലിയ കുരുക്കിലേക്ക് CPM വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് CPMൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ? അവർ നിലപാട് മാറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഈ ശബരിമല വിഷയം 2018 വന്നതൊക്കെ നമുക്കറിയാം. അന്ന് മുതൽ തന്നെ CPMന് കിട്ടിയ ഉപദേശങ്ങൾ തെറ്റിപ്പോയി. ഇവരെ ആരൊക്കെയോ ഉപദേശിക്കുന്നത്, ആ ഉപദേശങ്ങളൊക്കെ തെറ്റായിരുന്നുള്ളത് ഇന്ന് നമുക്കറിയാം. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഈ 2018 നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവ വിധി വന്നു, ഓക്കെ. പക്ഷേ ആ വിധിയുടെ പേരിൽ കേരള സർക്കാർ ഈ പറഞ്ഞ കുറേ വനിതകളെ ഒരുക്കി കൊണ്ടുവന്നു. അവരൊന്നും അവിടെ ഭക്തജനങ്ങളൊന്നും അല്ല, സർക്കാർ സ്പോൺസേഡ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവന്നവരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് നാഷണൽ മീഡിയ ഉൾപ്പെടെ നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഒരു സമയത്ത് മീഡിയകൾ പലതും നമുക്കെതിരായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ പത്രങ്ങൾ പോലും നമ്മുടെ ഈ സമരം ഒന്നും എഴുതാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. ജനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നടക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അമ്മമാരും കുഞ്ഞുങ്ങളും വൃദ്ധജനങ്ങൾ പോലും റോഡിലേക്ക് ഇറക്കി നാമജപയാത്ര പക്കുള്ളൂ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഡയമെൻഷൻ കൃത്യമായപ്പോഴാണ് മീഡിയ അറ്റൻഷൻ വരുന്നത്. ആ സമയത്ത് പലരും ചോദിച്ച ചോദ്യമുണ്ട്, ഈ സർക്കാർ കൊണ്ടുവന്നത് വനിതകളല്ലേ, അവർ അവർ ഭക്തരല്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ പറയുന്ന അതിനുള്ള ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി.
ഈ ഈശ്വരവിശ്വാസമുള്ള ഒരാൾ അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന്, ഏത് ക്ഷേത്രമായിക്കോട്ടെ, അനുഗ്രഹത്തിന് പോകുന്ന ഒരാൾ ആ ക്ഷേത്രവിശ്വാസിയാണെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടല്ലേ പോകുള്ളൂ. അതെ. അല്ലാത്തൊരു യഥാർത്ഥ ഭക്തൻ ആ ക്ഷേത്രവിശ്വാസിയാണെങ്കിൽ അത് ആചരിച്ചുകൊണ്ട് പോകും. അതിന് ലംഘിച്ചുകൊണ്ട് പോകുന്നവരെ ഭക്തജനങ്ങൾ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ ചോദ്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുപോയവരൊന്നും അതിന് യോഗ്യരല്ല എന്നുള്ള ആദ്യം വരുന്നു. രണ്ടാമത്, ഈ പോലീസിനെ ഉപയോഗിച്ച് വേഷം മാറി, സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ പ്രതിഷേധാത്മകമായ, അന്ന് നമുക്ക് പല കാര്യങ്ങളുള്ളത് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ വേഷം മാറി ഈ രഹന ഫാത്തിമയൊക്കെ പോലുള്ളവരെ എങ്ങനെയാണ് കൊണ്ടുപോയത്? അത് എങ്ങനെയാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. ഈ ഞാൻ ഇതുവരെ വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഓഫീസർമാരെ അത്രയധികം ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ ബഹുമാനവും അത് നഷ്ടപ്പെട്ടു ചിലരിൽ നിന്നും. കാരണം ഈ IPSൻ്റെ ബാഡ്ജ്യം വെച്ചിട്ട് ആളുകൾ ഇത്തരമുള്ള വനിതകളെ വേഷം മാറ്റി എങ്ങനെയാണ് അവിടെ ശബരിമലയിൽ കൊണ്ടുവരുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ അനുകൂലിച്ചുകൊണ്ട് ഇത്ര വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾ നമ്മൾ തെറ്റിദ്ധരിച്ച് ചെയ്ത പ്രക്രിയ ഒരിക്കലും ശരിയല്ല. അത് തെറ്റാണ്. ഈ ഒരു സർക്കാർ തെറ്റിയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യേണ്ടത് ബാധ്യത ഇവർക്കുണ്ട്. അല്ലാതെ സർക്കാർ അടിമളയെ പോലെ പ്രവർത്തിക്കാനല്ല. കേരളത്തിലാണ് സംഭവിച്ചതെന്നുള്ളതുകൊണ്ട് ഇവരെല്ലാം ഇതിന് ഉത്തരവാദിയാണ്. അത് കേരള സർക്കാർ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.